ടി.വി.കെ സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് അല്പസമയത്തിനകം അവതരിപ്പിക്കും. ധനമന്ത്രി മാരി വിൽസണാണ് ബജറ്റ് അവതരിപ്പിക്കുക. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ടി.വി.കെ നൽകിയ പ്രധാന വാഗ്ദാനങ്ങൾ ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. ഉദയനിധിയുടെ അറസ്റ്റ് സഭയിൽ ഉന്നയിക്കാനാണ് DMK തീരുമാനിച്ചിരിക്കുന്നത്. KB ശ്രീധരനുണ്ട് വിവരങ്ങളുമായി. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് ടി.വി.കെ മന്ത്രിസഭയുടെ ആദ്യ ബജറ്റാണ്. ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ജനം. അത്രയധികം പ്രഖ്യാപനങ്ങളാണ്, സിനിമാറ്റിക് ആയ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിരുന്നത്, അല്ലേ? മോത്തി, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷ തമിഴ് ജനത ഈ ബഡ്ജറ്റിൽ വയ്ക്കുന്നുണ്ട്. അതിന് പ്രധാന കാരണം പ്രചാരണ രംഗത്ത് നൽകിയ ഒരു പിടി വാഗ്ദാനങ്ങളാണ്. അതിൽ ചിലതെങ്കിലും ബജറ്റിൽ ഇടം പിടിക്കുമെന്നാണ് നിലവിൽ കരുതപ്പെടുന്നത്. പ്രധാനമായിട്ടും സ്ത്രീകൾക്ക് എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര, 200 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി, അതുപോലെ പ്രതിമാസ വേതനമായി ഇപ്പോൾ 2000 രൂപ നൽകുന്നുണ്ട്. അത് ആ തുക കൂട്ടും തുടങ്ങിയ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നു. അതുപോലെ പെൺകുഞ്ഞുങ്ങൾ ഉണ്ടായാൽ അവർക്ക് സ്വർണം നൽകുന്ന പദ്ധതി, അതുപോലെ വിദ്യാഭ്യാസം പരമായിട്ട് വളരെയധികം വാഗ്ദാനങ്ങൾ, ഇങ്ങനെ നിരവധി വാഗ്ദാനങ്ങൾ വിജയ് നൽകിയിരുന്നു. ഇതിലേതൊക്കെ പാലിക്കപ്പെടും എന്നുള്ള ആദ്യ ബജറ്റിൽ പാലിക്കപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ധനമന്ത്രി വിൽസൺ അല്പസമയത്തിനകം തന്നെ ബജറ്റ് അവതരണം ആരംഭിക്കും. 10 മണിക്കാണ് ബജറ്റ് അവതരണം ആരംഭിക്കുക. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നത്തെ നിയമസഭ അല്ലെങ്കിൽ ഈ ബജറ്റ് സമ്മേളനത്തെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം ഉദയനിധി സ്റ്റാലിൻ തന്നെയാണ്. ഇന്നലെ ഒരു പകൽ മുഴുവൻ നാടകീയ രംഗങ്ങൾക്കാണ് തമിഴ്നാട് സാക്ഷ്യം വഹിച്ചത്. പ്രധാനമായിട്ടും ഈ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഉദയനിധി സ്റ്റാലിനെ തഞ്ചാവൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും തഞ്ചാവൂരിലേക്ക് റോഡ് മാർഗം കൊണ്ടുപോവുകയും ചെയ്തു. അതിനെതിരെ വലിയ പ്രതിഷേധം തമിഴ്നാട്ടിൽ ഉടനീളം ഉണ്ടാവുകയും ചെയ്തു. ഉദയനിധിയെ ഈ ബജറ്റ് അവതരണ വേളയിൽ സഭയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു നാടകമാണ് വിജയ് നടത്തിയത് എന്നുള്ള ഒരു വിമർശനമാണ് DMK ഉന്നയിച്ചത്. ഏതായാലും ഉദയനിധിയുടെ അറസ്റ്റിൽ കോടതി ഇടപെടലോടുകൂടിയാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോകാതെ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിടുന്ന രീതിയിലേക്ക് എത്തിയത്. ഏതായാലും ഉദയനിധി സ്റ്റാലിൻ ഇന്ന് സഭയിലെത്തും. സഭ പ്രക്ഷുബ്ധമാവാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിൽക്കുന്നത്. പ്രധാനമായിട്ടും DMK അംഗങ്ങൾ ഇതിൽ സഭയിൽ ഈ വിഷയം ഉന്നയിക്കുമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. TVK MLA-മാർക്കും മന്ത്രിമാർക്കും ഏതെങ്കിലും തരത്തിൽ പ്രകോപനമുണ്ടായാൽ അതിലേക്ക് വീഴരുത്, അതിനടിപ്പെടരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രത്യേക മീറ്റിംഗ് ഒക്കെ വിളിച്ച് നിർദ്ദേശങ്ങളൊക്കെ TVK നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ബജറ്റ് സമ്മേളനം ആരംഭിക്കും. ശരി.